ഒരിക്കൽ മുല്ല നാസറുദ്ദീന് ഒരു ചന്തയിലേക്ക് പോവുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ചോദിച്ചു, മുല്ല എങ്ങോട്ടാണ്? ഞാനൊരു കാലിച്ചന്തയിലേക്ക് പോവുകയാണ്. എന്താണ് ആവശ്യം? എനിക്കൊരു കഴുത വാങ്ങണം, അങ്ങനെയുള്ള ഒരാശിനൊക്കെ പോവാം. ശരി, ഞാനൊരു കാര്യം പറയട്ടെ. ഞാനൊരു മൃഗത്തെ മേടിക്കാനാണ് പോകുന്നത്. ആ മൃഗത്തിൻ്റെ പേര് പറഞ്ഞാൽ അതേ മൃഗത്തെ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഞാൻ മേടിച്ചു തരാം എന്ന് പറഞ്ഞു. മുല്ല നോക്കിയപ്പോൾ നല്ല ലാഭം, 5 പൈസ മുടക്കില്ലാത്തൊരു മൃഗം കിട്ടും. പോയാലൊരു വാക്കല്ലേ, ശ്രദ്ധിക്കാം. എനിക്കൊരു ക്ലൂ തരുമോയെന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും ക്ലൂ തരാം. ഇത് ഒരുപാട് ഭാരം വഹിക്കുന്ന ഒരു സാധനമാണ്, എന്നാൽ വലിപ്പക്കുറവാണ്. അപ്പം മുല്ല പറഞ്ഞു, ഒരുപാട് സാധനം വഹിക്കാൻ ആനയായിരിക്കും, പക്ഷെ അത് ചെറിയൊരു സാധനമാണ്. അപ്പോൾ എന്തായാലും അതൊരു കുതിരയായിരിക്കില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വേറൊരു ക്ലൂ കൂടെ തരാമോ? നോക്കട്ടെ, ക്ലൂ തരാം. അതായത് പണ്ടിത് ഒരു വലിയ ചാക്ക് കല്ലുപ്പുമൊക്കെ ആയി പോയതും വെള്ളത്തിൽ വീണ കഥയും ഒക്കെ പണ്ട് മുതലേ പ്രസിദ്ധമാണ്. അപ്പോൾ ഒരു കുതിര കല്ലുപ്പുമായി പോയ വീണ കഥയില്ല, അപ്പോൾ എന്തായാലും അത് കുതിരയല്ല. പിന്നെ കല്ലുപ്പുമായിട്ട് പോകുന്നത് നമ്മുടെ അടുത്തുള്ള അദ്ദേഹം ആകാൻ വഴിയില്ല എന്ന് പറഞ്ഞു. അവസാന സുഹൃത്ത് ദേഷ്യം വന്നിട്ട് പറഞ്ഞു, എടോ മുല്ല, ഞാൻ മേടിക്കാൻ പോകുന്ന കഴുതയെ പോലൊരു സാധനത്തിനെയാണ്, മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പം മുല്ല സ്വയം ചിന്തിക്കുകയാണ്, അപ്പോൾ കഴുതയെ പോലൊരു സാധനത്തിനല്ല, അപ്പോൾ കഴുതയല്ല. ഇങ്ങനെയുള്ള ചിന്തകളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നിത്യം വരിക. എന്ന് വെച്ചാൽ നമ്മൾ ചില കാര്യങ്ങളിൽ ആൾക്കാരെ വിശ്വസിക്കും പല രീതിയിൽ. അവരിൽ നിന്ന് എത്ര പാഠങ്ങൾ കിട്ടിയാലും നമ്മൾ പഠിക്കില്ല. ചിലരങ്ങനെയുണ്ട്. അതല്ല, ഇനി ഇതായിരിക്കും പുതിയത് എന്നപ്പോഴും മുല്ലയെ പോലെ ചിന്തിച്ചു കൊണ്ടേയിരിക്കും. പാഠം ഒന്നുപോലെ പഠിക്കാൻ. ഒഴിവാക്കേണ്ടവയെ ഒഴിവാക്കുക തന്നെ ചെയ്യുക. ജീവിതം രക്ഷപ്പെടും. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.